എൻ്റെ പേര് അനു. ഞങ്ങൾ US നിന്ന് വരുന്നു. ഇതെൻ്റെ മോൻ ഡാനി ആൻഡ് ദിസ് ഇസ് മൈ ഡോട്ടർ സേറ. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മോനായിരുന്നു. ഞങ്ങൾക്ക് 2 ബാക്ക് ടു ബാക്ക് കിഡ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് കോവിഡ് ഹിറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും IT എംപ്ലോയീസ് ആയിരുന്നു. അതുകൊണ്ട് വി വർ വർക്കിംഗ് ഫ്രം ഹോം. എന്നിട്ട് വി ഹാഡ് സംബഡി ടേക്ക് കെയർ ഓഫ് മൈ കിഡ്സ്. അത് കഴിഞ്ഞ് 1 വയസ്സുള്ളപ്പോൾ അവൻ അത്യാവശ്യം വേർഡ്സൊക്കെ പറയുമായിരുന്നു, കൺസേൺ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി, ബ്രേക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് അവൻ ആകെ മൊത്തം മാറി. മനുഷ്യരെ നോട്ടീസ് ചെയ്യല, ഐ കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരുന്നു. അപ്പം തൊട്ട് ഞങ്ങൾ 1.5 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ കംപ്ലീറ്റ്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 വയസ്സായപ്പോൾ ഡെവലപ്മെൻറ്റൽ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ചെവിക്കായിരിക്കും കുഴപ്പം. എന്നാന്ന് വെച്ചാൽ വിളിച്ചാൽ പോലും അവൻ നോക്കിയല്ല. അതുകൊണ്ട് ചെവി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുറകെ കറങ്ങി നടന്നു. ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ കുറേ വേസ്റ്റേജ് സംഭവിച്ചു. എന്നിട്ട് 3 വയസ്സുള്ളപ്പോൾ പിന്നെയും ഡെവലപ്മെൻറ്റൽ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ EEG എടുക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ സീജേഴ്സൊക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ടെസ്റ്റും പിന്നെയും വേസ്റ്റേജ് സംഭവിച്ചു. ആ ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞതേ ഞാൻ കംപ്ലീറ്റ്ലി ഐ ലോസ് മൈ കൺട്രോൾ. എന്നിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറേ കേട്ടു. അങ്ങനെ ഇരുന്ന സമയത്ത് അന്ന് രാത്രി April 18, 2024 ഞാൻ April 17 അവൻ്റെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. 18 തന്നെ ഞാൻ അന്ന് രാത്രി തന്നെ ആരോടും പറയാൻ നിന്നില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. മെയിനായിട്ട് ഈ കാര്യമാണ് പറഞ്ഞത്. എന്നാന്ന് വെച്ചാൽ എന്നെ അത് മെൻ്റലി വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ജോലിയിൽ ശ്രദ്ധയില്ല, ഒന്നിലും ഒരു താല്പര്യമില്ല. ഐ ഹാഡ് നോ ഹോപ്സ് ഓഫ് ലിവിങ് ബിക്കോസ് ആ ഗിൽറ്റ് നമ്മൾ സ്ക്രീൻ കാണിച്ചിരുന്നു. അപ്പോൾ TV അവനെ എഫക്റ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയെ മാത്രം ആശ്രയിച്ചു. രാവിലത്തെ പ്രാർത്ഥന ഞാൻ ഒട്ടും രാവിലെ ഏൽക്കുന്ന ആളല്ല. 8 മണി ആയാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഞാൻ 5:30 ഏറ്റു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പ്രാർത്ഥന. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും മാസിന് പോകുന്നതല്ല, എന്നാലും ഉച്ചയ്ക്ക് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ കൊന്ത ചെല്ലാൻ തുടങ്ങി. ബൈബിൾ എല്ലാ ദിവസവും വായിക്കാൻ തുടങ്ങി. പറഞ്ഞതെല്ലാം എനിക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ പത്രം ഞാൻ കൊടുക്കുന്നില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഓൺലൈൻ ഉടമ്പടിക്ക് എങ്ങനെയാണ് പത്രം കിട്ടുന്നത്, മേ ബി ദാറ്റ്സ് ഓക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളപ്പോഴാണ് ട്യൂസ്ഡേ ധ്യാനത്തിൽ അച്ഛനിങ്ങനെ മുഖത്തടിച്ച പോലെ പേപ്പർ കൊടുത്താത്തവർക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് പത്രം എങ്ങനെ എൻ്റെ കയ്യിലെത്തിക്കാമെന്നുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലി മാതാവിനോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹെർ ഹെൽപ്പ്. എനിക്ക് ആരെങ്കിലും പത്രം ഇങ്ങോട്ട് എത്തിച്ചു തരണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും, അതാണ് പ്രത്യേക അനുഗ്രഹം, എല്ലാവരും ദൈവത്തെ അറിയുന്ന സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിലേക്ക് തന്നെ എനിക്ക് തിരിഞ്ഞ ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു കോണ്ടാക്റ്റ് കിട്ടി. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ആ ചേച്ചിനെ കോണ്ടാക്റ്റ് ചെയ്തു. വിത്തിൻ എ വീക്ക് എനിക്ക് പത്രം US അയച്ചു തന്നു. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള വീടുകൾക്ക് പോയി കൊടുക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പള്ളിയിൽ ഓരോ ദിവസവും ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. വിത്തിൻ എ മന്ത് ഞാൻ നോട്ടീസ് ചെയ്യുന്നതിന് മുമ്പ് അവൻ വാക്കുകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവൻ ആൾക്കാരെ നോക്കാത്ത അവൻ അങ്ങോട്ട് നോക്കി ഹായ് പറഞ്ഞ് അവൻ്റെ സോഷ്യൽ കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി ഇൻറ്ററാക്ഷൻസിന് ഒരു ഡിഫറൻസ് വരുന്നു. അങ്ങനെ 3 മാസം ഞാൻ ഉടമ്പടിയിൽ, പിന്നെ അതെനിക്കൊരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. 1 മാസത്തിനകം വ്യത്യാസം വന്നപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ ഊർജ്ജമായിട്ട് ബാക്കി 2 മാസം ഉടമ്പടി ചെയ്തു. പത്രം കൊടുക്കാനാണെങ്കിലും എല്ലാം എനിക്ക് പറ്റുന്ന പോലെ സഹായിച്ച ആൾക്കാരെ സഹായിക്കാൻ. ഹൂ ഈസ് actually in need of money. I mean, I used to pray that somebody like that should come to me, and that started happening, and I started helping people who are actually in need. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് അതേ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞു 0% ഐ കോണ്ടാക്റ്റ് ആയിരുന്നല്ലോ, ഇപ്പോൾ അവന് 100% ഐ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ്റെ ടെസ്റ്റുകളെല്ലാം അവൻ പോസിറ്റീവായി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ റൂൾ ഔട്ട് ചെയ്തു. ഇപ്പോൾ അവൻ സെൻറ്റൻസസ് പറയാൻ തുടങ്ങുന്നു. ഡേ ബൈ ഡേ വി ആർ സീയിങ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹിം. എന്നിട്ട് എൻ്റെ ഉടമ്പടി തീർന്നു ജൂലൈയിൽ. അത് കഴിഞ്ഞ് എനിക്കൊരു എംപ്റ്റിനെസ്, എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി എടുത്തു. വിത്തിൻ 2 weeks ഓൺലൈൻ ഉടമ്പടി തന്നെ എടുത്തു. ആ ഉടമ്പടി നടന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും പത്രം ഇവിടുന്ന് ചേച്ചി അയച്ചു തന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ വിസയുടെ എക്സ്റ്റൻഷൻ വന്നത്, H4 എക്സ്റ്റൻഷൻ. അപ്പോൾ അതില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അധികം അതിനങ്ങനെ ശ്രദ്ധ കൊടുക്കാൻ പോയില്ല.
പക്ഷേ ഡേറ്റ് കിട്ടേണ്ട 2 ആഴ്ചയായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ കിട്ടി, എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് എല്ലാവർക്കും കിട്ടി. അപ്പോൾ എനിക്ക് മാത്രം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ കിട്ടാത്ത 2 ആഴ്ച മുമ്പ്, എക്സ്പയർ ആവുന്നതിന് 2 ആഴ്ച മുമ്പ് ഹസ്ബൻഡ് പറയാൻ തുടങ്ങി, നിനക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടിയല്ലോ. അത് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഉച്ചയ്ക്ക് കുർബാനയ്ക്ക് പോയപ്പോൾ മാതാവിനോട് ചോദിച്ചു, അമ്മേ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഞാൻ 3 ദിവസത്തിനകം എൻ്റെ എക്സ്റ്റൻഷൻ കിട്ടണേ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ടെൻഷനും കൂടെ വേണ്ട അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അതൊരു ട്യൂസ്ഡേ ആയിരുന്നു. ഞാൻ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ ടോക്ക് മുടക്കാറില്ല. ഏപ്രിൽ തൊട്ട് ഇതുവരെ ഒരു ട്യൂസ്ഡേ എനിക്ക് മുടക്കാൻ പറ്റിയിട്ടില്ല. എനിക്കത് ബൂസ്റ്റ് ഹോർലിക്സും എല്ലാമാണ്. അപ്പോൾ അങ്ങനെ ട്യൂസ്ഡേ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓഫീസിൽ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ച് ആ 2 hours ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കൃത്യം 3 മണിക്ക് ഞാൻ അച്ഛൻ്റെ ധ്യാനം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഓൺ ടോപ്പ് ഐ ഗോട്ട് എ പോപ്പപ്പ്, എൻ്റെ എക്സ്റ്റൻഷൻ അപ്രൂവ് ആയെന്ന് പറഞ്ഞ്. അങ്ങനെ സഹായിച്ച മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് എൻ്റെ കുടുംബങ്ങളിലും എൻ്റെ അനീതിക്കും ഒക്കെ ആയിട്ട് മാതാവ് കുറേ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. ഞാൻ കാരണം അവൾ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറയാനുള്ള അനുഗ്രഹം സ്പിരിച്വൽ അനുഗ്രഹങ്ങളാണ്. ഞാൻ കേരളത്തിൻ്റെ പുറത്ത് വരുന്ന ആളാണ്. അതുകൊണ്ട് ആകെ ദൈവമായിട്ടുള്ള കോണ്ടാക്റ്റും സൺഡേ മാസ് മാത്രം, കാറ്റഗിസം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ കുരിശ് വരച്ചുകൊണ്ടിരുന്നപ്പോഴും ഹസ്ബൻഡാണ് ഇങ്ങനെ കൊന്തയുടെ രഹസ്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. അതുപോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ തുടങ്ങിയ പിന്നെ പ്രത്യേക ബോധ്യങ്ങൾ, ഈശോനെക്കുറിച്ച് അറിയത്തില്ലല്ലോ, അറിയണമെന്നുള്ള ഭയങ്കര ആഗ്രഹവും. ഞാൻ കൊന്ത ഇപ്പം ഞാനാണ് വീട്ടിൽ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം പഠിച്ചു. പിന്നെ ദാരിദ്ര്യം അനുഭവിച്ച ഏറ്റവും വലിയ കാര്യം സ്പിരിച്വൽ ഗ്രേസസോ കമ്മ്യൂണിക്കേഷനോ സീറോ വിത്ത് ഗാഡ്. ഞാനിവിടെ ഈശോ അവിടെ എന്നുള്ള ചിന്തയായിരുന്നു. അവിടെ നിന്നൊക്കെ മാറ്റം വന്നു. ബൈബിളിലൂടെയും മനുഷ്യരിലൂടെയും അച്ഛൻ്റെ ടോക്കിലൂടെയും പലതവണ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഞാൻ ചോദിച്ച കാര്യങ്ങൾ റെസ്പോൺസ് പോലെ പറയാൻ തുടങ്ങി. അങ്ങനെ സഹായിച്ച് അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളിലായിട്ട് ഞാനിങ്ങനെ ആൾക്കാരെ പഠിപ്പിക്കാൻ, അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആൾക്കാരെ കണ്ടുപിടിച്ച് സഹായിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. നിയമാവർത്തന പുസ്തകം 11-18 മുതലുള്ള തിരുവചനങ്ങളിൽ, ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ, അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കുകയും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ദൈവാനുഭവമാണ് തിരുവചന വായന. അത് ഉടമ്പടി നിബന്ധനകളിൽ പറയുന്ന ഒന്ന് തന്നെയാണ്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹവും, അതായത് കുഞ്ഞിന് സ്പീച്ച് ഡിലേ ആയിരുന്നു, ആ സൗഖ്യ അനുഭവവും, അതുപോലെ തനിക്ക് കിട്ടിയ തങ്ങളുടെ വിസയുടെ കാര്യവും ഇതൊക്കെ ഇവിടെ പങ്കുവെച്ചു. എല്ലാറ്റിലും ഉപരിയായിട്ട് എങ്ങനെയാണ് ഇന്ന് കേരളത്തിന് വെളിയിലൊക്കെ ജനിച്ചു വളർന്ന മകൾക്ക് ഇന്ന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനുമൊക്കെ തനിക്ക് കഴിഞ്ഞത്. തൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ എല്ലാറ്റിനും സമയം കണ്ടെത്തുന്നു. ഇത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈശോ തന്നെ ജീവിക്കുന്ന വചനമായിട്ട് നമ്മുടെ അടുത്തേക്ക് വചനം വരുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങളാണിതൊക്കെ. അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എല്ലാം എങ്ങനെയാണ് വചനം നാം കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് നമ്മുടെ നെറ്റിത്തടത്തിൽ പട്ടമായൊക്കെ നാം കെട്ടേണ്ടത്. അതായത് അത്രയേറെ പ്രാധാന്യമാണ് തിരുവചനം ഇന്ന് ഓരോ വ്യക്തികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ബൈബിള് പൂർണ്ണമായും വായിക്കുവാൻ, അതുപോലെ ബൈബിളിലൂടെ കിട്ടുന്ന ഒത്തിരിയേറെ ആഴമേറിയ ദൈവ അനുഭവത്തിലേക്കൊക്കെ വളരുവാനൊക്കെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും കഴിയുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഈ മകൾ ഇവിടെ പങ്കുവച്ചു. അത് എന്തൊക്കെയായിരുന്നു കോംപ്ലിക്കേഷൻസ്, ഒന്ന് ഡയഗ്നോസ് ചെയ്യുവാൻ തന്നെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം, ഓരോന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് എങ്ങനെയാണ് അവന് ആദ്യമേ സ്പീച്ച് ഡിലേ എന്ന് പറഞ്ഞത് പിന്നെ കേൾവിക്കാണെന്ന് പറയുന്നു. എന്നാൽ ഇതൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അത് വ്യക്തമായിട്ട്
അതൊക്കെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ക്ലിയറായിട്ട് ആ കുഞ്ഞിന് സംസാരിക്കുവാനും അതുപോലെ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യുവാനുമൊക്കെ ആ കുഞ്ഞ് എങ്ങനെ തുടങ്ങി എന്നുള്ളതാണ് നാം കേട്ടത്. അതിനുശേഷമാണ് ഇന്ന് ഇവിടെ വന്ന് ഇവർ തീർത്ഥാടന ഉടമ്പടി എടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഈ നിമിഷത്തിൽ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.